സിറാജ് ലൈവ് കേരള യാത്ര പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നു. സ്വാഗതം. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ. ജനഹൃദയങ്ങൾ കീഴടക്കി കേരള യാത്ര. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന മൂന്നാം കേരള യാത്രക്ക് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ഉജ്ജ്വല തുടക്കം. ആവേശത്തോടെ ഏറ്റെടുത്ത് പതിനായിരങ്ങൾ. കർണാടകയിലും ആവേശം. കേരള മുസ്ലിം നവോത്ഥാനത്തെ നിർണയിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമെന്നും ഉസ്താദ്. കാന്തപുരത്തിന്റെ കേരള യാത്ര ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ കാന്തപുരം ഉന്നതമായ മാതൃക കാട്ടിയെന്നും ഉണ്ണിത്താൻ. കേരള യാത്ര നാളെ സമര പോരാട്ടങ്ങളുടെ ഭൂമിയായ കണ്ണൂരിലേക്ക്. രാവിലെ 9 ജില്ലാ അതിർത്തിയിൽ സ്വീകരണം. വൈകിട്ട് 5 സമാപന സമ്മേളനം. നോക്കാം കേരള യാത്രയുടെ ആദ്യ ദിവസത്തെ പ്രധാന വാർത്തകൾ വിശദമായി. മനുഷ്യത്വവും മാനവികതയും ചോദ്യചിഹ്നമാകുന്ന പുതിയ കാലത്ത് മനുഷ്യർക്ക് വേണ്ടി ശബ്ദമുയർത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രക്ക് അത്യുത്തര കേരളത്തിൽ ഉജ്ജ്വല തുടക്കം. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന യാത്ര ആദ്യ ദിനം തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കി. ആദ്യ സ്വീകരണ കേന്ദ്രമായ കാസർഗോഡ് ചെർക്കളയിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരത്തിനിടയിലേക്കാണ് കാന്തപുരം ഉസ്താദ് വന്നിറങ്ങിയത്. ഇനിയുള്ള 16 ദിനങ്ങൾ കേരളത്തിൻ്റെ ഹൃദയഭൂമികളിലൂടെ കാന്തപുരം ഉസ്താദ് സഞ്ചരിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവരാണ് ഉപനായകർ. സമസ്തയുടെയും പോഷക സംഘടനയുടെയും സമുന്നതരായ 40 നേതാക്കൾ യാത്രയിലുണ്ടാകും. ദക്ഷിണ കന്നഡയിലെ പ്രമുഖ ആത്മീയ കേന്ദ്രമായ ഉള്ളാൾ ദർഗയിൽ സിയാറത്ത് നടത്തിയാണ് കേരള യാത്രക്ക് തുടക്കം കുറിച്ചത്. കർണാടകയിൽ അജ്മീർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉള്ളാൾ സയ്യിദ് മദനി ദർഗയിൽ യാത്രാ സംഘം എത്തിയപ്പോൾ തന്നെ ആവേശം അണപൊട്ടിയിരുന്നു. കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഉസ്താദിനെ കാണാൻ ദർഗാ പരിസരത്ത് എത്തിച്ചേർന്നത്. സിയാറത്തിന് ശേഷം അവിടെ നടന്ന പതാക കൈമാറൽ ചടങ്ങും ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരും കേരള യാത്രാ സമിതി ചെയർമാൻ KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോലും ചേർന്ന് ജാഥാ നായകൻ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർക്ക് പതാക കൈമാറി. 400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്നും വിരുന്നെത്തി ഉള്ളാളിലെ ജനമനസ്സുകളിൽ സ്നേഹത്തിൻ്റെ തണൽ വിരിച്ച സയ്യിദ് ഷരീഫ് അൽ മദനി തങ്ങളുടെ മക്ബറയിൽ നിന്ന് യാത്ര പിന്നീട് പ്രയാണം ആരംഭിച്ചു. സംസ്ഥാന അതിർത്തിയായ തലപ്പാടിയിൽ ആരെയും അമ്പരിപ്പിക്കുന്ന സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. കർണാടക SYSന്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രവർത്തകരും പ്രത്യേകം യൂണിഫോം അണിഞ്ഞ സംഘവും കർണാടക അതിർത്തിയിൽ ഉസ്താദിനെ യാത്രയാക്കി. യാത്ര തലപ്പാടി ടോൾ പ്ലാസ കടന്നതോടെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ജമാഅത്ത് നേതാക്കളുടെ നേതൃത്വത്തിൽ ബൊക്കെ നൽകി സ്വീകരിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ് സംഘങ്ങളുടെയും ദഫ്മുട്ട് സംഘങ്ങളുടെയും അകമ്പടിയോടെയാണ് തലപ്പാടിയിൽ നിന്ന് യാത്ര പ്രയാണം തുടങ്ങിയത്. തലപ്പാടി ടോൾ പ്ലാസയുടെ ഒരു വശത്ത് കർണാടകയിലെ പ്രവർത്തകരും മറുവശത്ത് കേരളത്തിലെ പ്രവർത്തകരും അണിനിരന്ന് മുദ്രാവാക്യം വിളികളോടെ യാത്രയെ എതിരേറ്റത് നയനസുന്ദരമായ കാഴ്ചയായി. തലപ്പാടിയിൽ നിന്ന് ഉദ്ഘാടന വേദിയായ ചെർക്കളയിലേക്കാണ് യാത്ര നീങ്ങിയത്. ചെർക്കളയ്ക്ക് സമീപം 313 അംഗ സെന്റിനറി ഗാർഡിന്റെ നേതൃത്വത്തിൽ യാത്രയെ നഗരിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ യാത്ര ചെർക്കളയിലെ നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ നഗരിയിൽ പ്രവേശിച്ചു. ഇതോടെ സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം നഗരിയിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങൾ യാത്രാ നായകനെ തക്ബീർ ധ്വനികൾ മുഴക്കി സ്വീകരിച്ചു. പ്രവർത്തകരെ കൈവീശി അഭിവാദ്യം ചെയ്ത് കാന്തപുരം ഉസ്താദും ഉപനായകരായ ഖലീൽ തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും വേദിയിലേക്ക് നീങ്ങിയതോടെ വേദിയിൽ മനോഹരമായ സ്വാഗതഗാനം മുഴങ്ങി. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖരായ ആളുകളെ കൊണ്ട് ധന്യമായിരുന്നു ഉദ്ഘാടന വേദി. കേരളീയ മുസ്ലിം നവോത്ഥാനത്തെ നിർണയിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണെന്ന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള യാത്രക്ക് ചെർക്കളയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു യാത്രാ നായകനായ ഉസ്താദ്. ഇത് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പരിപാടിയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വഴിക്ക് മാത്രമാണ് ഇവിടെ കേരളത്തിലും കേരളത്തിന്റെ തൊട്ട് നിൽക്കുന്ന കർണാടക സ്റ്റേറ്റിന്റെ പ്രദേശങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ തന്നെ
ഈ രാജ്യത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചു വരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ടാണ്. ജാതിയും മതവും ഒന്നും നോക്കാതെ എന്ന് പറഞ്ഞിട്ട് അതിനിങ്ങനെ ഇപ്പൊ മതം വേണ്ടെന്നാ പറയുന്നത് എന്നൊന്നും പറഞ്ഞ് ചിത്രീകരിക്കേണ്ട ആവശ്യമല്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട് ഇവിടെ. എന്തെങ്കിലും വളച്ചൊടിക്കാൻ പറ്റിയ വാക്കുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്. ജാതിയും മതവും നമുക്ക് വേണ്ടെന്നല്ല പറഞ്ഞത്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം, ഹക്കായ മതം എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരും പറയുന്നവരുമാണ്. പക്ഷേ മറ്റൊരു മതക്കാരെ ചീത്ത പറയാത്തവരും അവരെ പരസ്യമായി ആക്ഷേപിക്കാത്തവരും ആണ്. മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയെന്നും സംഘടിത സമൂഹമായി അവരെ മുന്നോട്ട് നയിച്ചതും സമസ്തയുടെ കർമ്മഫലങ്ങൾ മറ്റ് സമൂഹങ്ങൾക്ക് കൂടി പല അർത്ഥത്തിൽ അനുഭവിക്കാനായെന്നും കാന്തപുരം പറഞ്ഞു. ഈ നേട്ടങ്ങളും പുരോഗതിയും നിലനിർത്താൻ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും കാന്തപുരം വ്യക്തമാക്കി. മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശമുയർത്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര ജനുവരി 16 തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഭാവി കേരളത്തിന്റെ ചരിത്രത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മാനവികതയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ കാന്തപുരം ഉന്നതമായ മാതൃകയാണ് സൃഷ്ടിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ വിജ്ഞാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മഹാപ്രവാഹമായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ഉയർത്തിയിരിക്കുന്നത് മാനവികതയുടെ ഒരു മഹാസന്ദേശമാണ്. ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. മനുഷ്യന് വേണ്ടി എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. അദ്ദേഹം ദാനധർമ്മങ്ങളുടെ പര്യായമാണ്, പ്രതീകമാണ്, അറിവിന്റെ ഒരു സമുദ്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ നേതാവ് നടത്തുന്ന ഈ യാത്ര മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യത്വത്തെ ഉണർത്തുവാനുള്ള യാത്രയാണ് കാന്തപുരം ഉസ്താദ് നയിക്കുന്നതെന്ന് യാത്രാ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പറഞ്ഞു. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന അനവധി യാത്രകൾ കേരളം കണ്ടിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു യാത്രയല്ല കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് തിരുവനന്തപുരത്തേക്കുള്ള കേരള യാത്ര അല്ല. ഇത് വോട്ട് പിടിക്കാനുള്ള കേരള യാത്രയല്ല. ഇത് ലീഡർഷിപ്പ് നേടിയെടുക്കാൻ മാർക്കറ്റിങ്ങിന് യാത്രയല്ല. ഏതെങ്കിലും സമ്മേളനത്തിന്റെ പ്രചരണാവശ്യാർത്ഥമുള്ള യാത്രയല്ല. മറിച്ച് മഹാനായ ഷെയ്ഖുന ആൾ ഇന്ത്യ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദ് മൂന്നാമത്തെ കേരള യാത്രയാണ്. കർണാടക യാത്ര കൂടി വരുമ്പോൾ നാലാമത്തേതാണ്. 1999 അന്ന് മുദ്രാവാക്യം മനുഷ്യ മനസ്സുകൾ കോർത്തിണക്കാൻ. രണ്ടാമത്തെ കേരള യാത്രയുടെ മുദ്രാവാക്യം 2012 മാനവികതയെ തട്ടി ഉണർത്താൻ. ഇപ്പോഴത്തെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം. മൂന്നും ഒന്ന് തന്നെയാണ്. ഞങ്ങൾക്ക് മുദ്രാവാക്യം മറ്റൊന്ന് കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ പുരോഗമിച്ച് അത്യുന്നതിയിലെത്തുമ്പോഴും പാരമ്യതയിലെത്തുമ്പോഴും മനുഷ്യത്വം മനുഷ്യൻ നിന്ന് അകന്നുപോയി, നഷ്ടപ്പെട്ടു പോയി,
മനുഷ്യത്വം മരവിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾ തേടിയുള്ള മനുഷ്യ മനസ്സുകൾ തുറക്കുന്ന ഒരു യാത്രയാണ് ഈ യാത്ര. പണ്ഡിതന്മാർ എന്നും മനുഷ്യർക്കൊപ്പം നിന്നതിനാലാണ് കേരളീയ സമൂഹത്തിന് അസ്തിത്വമുണ്ടായതെന്ന് സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. സ്വീകരണ സമ്മേളനത്തിൽ പ്രമേയ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നാൽ മനുഷ്യരുടെ ആവശ്യങ്ങളും വികാരങ്ങളും ആഗ്രഹങ്ങളും ഭരണകൂടങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മനുഷ്യരുടെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ കേരളത്തിൻ്റെ വിരിമാറിലൂടെ ആദരണീയരായ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ പരിപാടിക്ക് അതിൻ്റെതായ വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ട്. ആ ലക്ഷ്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്, ഏതെങ്കിലും ഒരു സൊസൈറ്റിക്ക് മാത്രം അല്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും, ഇന്ത്യയുടെ ഭരണകൂടങ്ങൾക്കും ആബാലവൃദ്ധം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ചില ആശയങ്ങൾ കൈമാറുകയും അങ്ങുമിങ്ങും നല്ലത് കേട്ട് അത് ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കുമെന്ന പ്രതിജ്ഞ ഇവിടെ പൊതുജനങ്ങളിലൂടെ ആ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുക എന്നതാണ് സംഘടന ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം. പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ എല്ലാവരും സൗഹൃദത്തെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് യാത്രാ ഉപനായകൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ മഹാപണ്ഡിതന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. ഖുതുബുസ്സമാന സയ്യിദ് അലവിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഉമർ ഖാദിൽ ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങി അതിനു മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കം എത്രയോ ഇമാമിയങ്ങൾ ജീവിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. അവരാരും ഇവിടെ ഒരു വർഗീയതയുടെ ഒരു ചെറിയ ആശയം പോലും സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. എല്ലാവരും സൗഹൃദത്തിൽ ജീവിക്കാനുള്ള ആശയങ്ങളാണ് പറഞ്ഞതെന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ, ഉദാഹരണത്തിന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ അജീബത്തുൽ അജീബ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് അന്നത്തെ കാലത്തുള്ള ഇമാമിങ്ങളുടെ ഫത്വകൾ തന്നെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. പൊതുസമ്മേളനം സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അധ്യക്ഷത വഹിച്ചു. സമസ്ത പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ദീനുൽ ഇസ്ലാം, എന്തിനാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, എന്തിനാണ് എന്ന് പഠിപ്പിക്കാനാണ്. ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ രക്ഷക്കാണ്. ഈ ദീനുൽ ഇസ്ലാം കൊണ്ട് ഒരാളെയും ദ്രോഹിക്കാന്നുള്ള ദീനുൽ ഇസ്ലാം ഇല്ല. ദീനുൽ ഇസ്ലാം മനുഷ്യന്മാരെല്ലാം രക്ഷിച്ച് പേരല്ലാത്തവർക്ക് പേരുണ്ടാക്കി കൊടുത്ത്, തെറ്റായി നടക്കുന്ന കൂട്ടക്കാർക്ക് നല്ലൊക്കെ ഉപദേശിച്ചു കൊടുത്ത്, ഇങ്ങനെ സൽസ്വഭാവത്തിലും സൽക്കർമ്മത്തിലും ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ദീനുൽ ഇസ്ലാം എന്നുള്ളത്. അത് എന്ത് ചെയ്യുക, എല്ലാ മനുഷ്യന്മാർക്കും കടമയാണ്. ഒരാള് ഒരു സ്നേഹിതന് എങ്ങനെയും നടക്കുകയാണെങ്കിൽ അവനോട് ദീനിന്റെ കാര്യം എന്നതാണ്. മനസ്സ് നന്നാകാൻ ദീൻ അനുസരിച്ച് നടന്നാൽ ഈ ലോകത്തും പരലോകത്തും രക്ഷ കിട്ടും. അതിനാണ് ദീനുൽ ഇസ്ലാം. അപ്പോൾ ഏതെങ്കിലും ഒരു മതം, ആ മതത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സത്യമായ മതം ഏതാണ്? ഇന്ന ദീൻ എന്തുള്ളതായി ഇസ്ലാം. ഇസ്ലാം പറഞ്ഞ ദീനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ഇസ്ലാം പറഞ്ഞ ദീനിപ്പോ കൊണ്ടെടുക്കുന്നത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്. അപ്പൊ ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ് പഠിക്കുന്ന സമസ്തക്കാരാണ്. അതുകൊണ്ട് ഇതിലെല്ലാവരും അണിയെടുക്കണം. കർണാടക സ്പീക്കർ യു ടി ഖാദർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. MLA-മാരായ M രാജഗോപാൽ, NA നെല്ലിക്കുന്ന്, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, E ചന്ദ്രശേഖരൻ, MKM അഷ്റഫ്, ചിന്മയ മിഷൻ കേരള ഘടകം അധ്യക്ഷൻ വിവേകാനന്ദ സരസ്വതി, ഫാദർ മാത്യു ബേബി മാർത്തോമ, കല്ലട്ര മാഹിൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. റഹ്മത്തുള്ള സക്കാഫി പ്രമേയ പ്രഭാഷണം നടത്തി. പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി സ്വാഗതവും കട്ടിപ്പാറ അബ്ദുൽ ഖാദർ സക്കാഫി നന്ദിയും പറഞ്ഞു. കേരളത്തിൻ്റെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനൽപമായ സംഭാവനകൾ അർപ്പിച്ച നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പേരിലൊരുക്കിയ നഗരിയിലാണ് ചെർക്കളയിൽ സമ്മേളനം സമാപിച്ചത്. നീണ്ട 66 വർഷം ഉത്തര മലബാറിൻ്റെ
പ്രസ്ഥാന മുന്നേറ്റങ്ങളുടെ എല്ലാം അവസാന വാക്കായിരുന്നു നൂറുൽ ഉലമ. കഴിഞ്ഞ 2 കേരള യാത്രകൾ നടക്കുമ്പോഴും നേതാക്കൾക്ക് ആവേശവും ഊർജവും പകർന്ന് മുന്നിലുണ്ടായിരുന്നത് നൂറുൽ ഉലമയായിരുന്നു. ചെർക്കള നൂറുൽ ഉലമ നഗറിലേക്കുള്ള പ്രവേശന കവാടം തന്നെ അടുക്കി വെച്ച പുസ്തകം മാതൃകയിൽ നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ രചനാലോകത്തിലേക്ക് മിഴി തുറക്കുന്ന നിലയിലാണ് സംവിധാനിച്ചിരുന്നത്. കേരളയാത്ര നാളെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. രാവിലെ 9-ന് പയ്യന്നൂരിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകിട്ട് 5-ന് കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിലാണ് പൊതുസമ്മേളനം. മറ്റന്നാൾ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്ര നാദാപുരത്തും തൊട്ടടുത്ത ദിവസം കോഴിക്കോട് മുതലക്കുളത്തും എത്തിച്ചേരും. മറ്റു ജില്ലകളിലും പിന്നീട് പര്യടനം നടത്തി 16-ന് വൈകുന്നേരം 5 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനിയിലാണ് സമാപനം. പ്രധാന വാർത്തകൾ വീണ്ടും. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന 3ാം കേരള യാത്രക്ക് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ ഉജ്ജ്വല തുടക്കം. ആവേശത്തോടെ ഏറ്റെടുത്ത് 10,000. കർണാടകയിലും ആവേശം. കേരള മുസ്ലിം നവോത്ഥാനത്തെ നിർണയിച്ചത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമെന്നും ഉസ്താദ്. കാന്തപുരത്തിന്റെ കേരളയാത്ര ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ കാന്തപുരം ഉന്നതമായ മാതൃക കാട്ടിയെന്നും ഉണ്ണിത്താൻ. കേരളയാത്ര നാളെ സമര പോരാട്ടങ്ങളുടെ ഭൂമിയായ കണ്ണൂരിലേക്ക്. രാവിലെ 9-ന് ജില്ലാ അതിർത്തിയിൽ സ്വീകരണം. വൈകിട്ട് 5-ന് സമാപന സമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാകുന്നു. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.